അവൻ ഏറ്റവും മികച്ചത് തന്നെ വേണമെന്നാ എന്റെ ചിന്ത. അതുകൊണ്ടുകൂടിയാ ആദ്യം നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ താല്പര്യം കാണിക്കാതിരുന്നത്. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യമായി, നീ എന്റെ മോന് യോജിച്ച ഭാര്യ തന്നെയാണെന്ന്. അതെല്ലാം നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്താലും നമ്മുടെ ലക്ഷ്യം നടക്കാതെ പോവില്ലേ? അതാ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. ഈ മിഷൻ ഒരിക്കലും ഫെയിൽ ആവാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ ജയിച്ചേ പറ്റൂ. അഖിലൊരു മെസ്സേജ് അയച്ചാലോ? ഹലോ. ഉറങ്ങാൻ കിടന്നായിരുന്നോ? ഇല്ല, ഞാൻ അഖിലിന് മെസ്സേജ് ചെയ്യാൻ തുടങ്ങായിരുന്നു. ശരിക്കും? അതെ. എന്താ, എന്നെ വിശ്വാസമല്ലേ? അയ്യോ, തന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശരി, നമുക്ക് പോവാം. ഓക്കെ സർ. ഓക്കെ സർ. അശി, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞാൻ നിന്നെ ഒന്ന് അഭിനന്ദിക്കാനാ വന്നത്. എന്താ അമ്മേ കാര്യം? പൃഥ്വി ഓഫീസിൽ പോയി തുടങ്ങിയതിന് നീ ഒരു കാരണമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് പൂർണിമയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വന്നത് നീ കൂടി ഇടപെട്ടതുകൊണ്ടാ. ഇവിടെ എല്ലാത്തിനും അധികാരിയായി പൃഥ്വി വരണമെന്ന് എന്റെ സ്വപ്നം. ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാ. അമ്മ സമാധാനായിട്ടിരിക്കെ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അതത്ര എളുപ്പമല്ല ഷീ. പൃഥ്വിക്ക് പൂർണിമ എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയാ. അവള് പറയുന്നത് എന്തും അവൻ കണ്ണു അടച്ചങ്ങ് അനുസരിക്കും. ഇനി അത് നീ വേണം മാറ്റിയെടുക്കാൻ. മനസ്സിലായി.
ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പൂർണിമയുടെ കള്ളത്തരങ്ങളും നീ പറഞ്ഞ പൃഥ്വിയെ മനസ്സിലാക്കിപ്പിക്കണം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ എളുപ്പം മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നിടത്താണ് നിന്റെ വിജയം. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതെന്റെ മകനാ. അവൻ ഏറ്റവും മികച്ചത് തന്നെ വേണമെന്നാ എന്റെ ചിന്ത. അതുകൊണ്ടുകൂടിയാ ആദ്യം നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ താല്പര്യം കാണിക്കാതിരുന്നത്. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യമായി, നീ എന്റെ മോന് യോജിച്ച ഭാര്യ തന്നെയാണെന്ന്. അതുകൊണ്ടുകൂടിയാ ഇപ്പൊ ഞാനിത് വന്ന് നിന്നോട് പറഞ്ഞത്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ അതൊരു തെറ്റല്ല. ഏതൊരമ്മയും ചിന്തിക്കുന്ന കാര്യമേ അമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്നിച്ചു നിൽക്കണം. പൂർണിമയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥം നമ്മുടെ കൈകളിലെത്തണം. അതാവണം നമ്മുടെ ലക്ഷ്യം. അതിനാദ്യം ആ പൂർണിമ ചേച്ചി ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്ന ദുർഗയും കിരണിനെയും പുറത്താക്കണം. അതിനമ്മ എന്റെ ഒപ്പം നിന്നേ പറ്റൂ. ഞാനുണ്ട് നിന്റെ കൂടെ. എന്റെ മകന്റെയും മരുമകളുടെയും സ്ഥാനം മറ്റാരിലേക്കും എത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ച പൂർണിമ ചേച്ചിക്കെതിരെയുള്ള യുദ്ധം തുടങ്ങുക. എടി, ഇത് നമുക്ക് പണിയായി. എന്ത് ഷീറ്റ് വിരിക്കുന്നതോ? ഇങ്ങനൊരു മരമണ്ടിയാണല്ലോ എനിക്ക് കിട്ടിയത്. നിങ്ങൾ എന്തേ പറയുന്നേ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയില് പറയാൻ നോക്ക്. എടി എടി പൃഥ്വി ഓഫീസിൽ പോയതിനെ കുറിച്ചാ ഞാൻ പറയുന്നേ. അതോ? അത് ശരിയാ. ആ, എങ്ങനെയെങ്കിലും പൂർണിമയെ ഒഴിവാക്കി ഇതെല്ലാം കൈക്കലാക്കണമെന്ന് കരുതിയപ്പോ ഇതിപ്പോ പുതിയ പണിയായി പോയി. എടി, ആ പൂർണിമയെ എതിർക്കാൻ നമുക്കൊപ്പം ചന്ദ്രമതി ചേച്ചി അഷിത ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യുമെന്നാണ് എന്റെ ടെൻഷൻ. പൃഥ്വി ഓഫീസിൽ പോയി തുടങ്ങിയതിന്റെ സന്തോഷത്തിലായിരിക്കും അവര്.